ഈ ഏരിയ ഒരു 5 to 7 ഇയേഴ്സിൽ വരുന്ന ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഞാൻ ഫോഴ്സി ചെയ്യുന്നത് ഇതൊരു നെക്സ്റ്റ് എടപ്പള്ളി ജംഗ്ഷൻ ആയി വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ. ഈ പ്രോജക്റ്റിന്റെ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഇമാജിൻ അവിടുത്തെ ഒരു ഡെവലപ്മെന്റ് നാളെ എന്തായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്കോപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും. Welcome to another episode of Real Estate with Arun. As you all know, my firm Purple Square Realtors majorly cater to your residential solution. So, ഞങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കൂടുതലും അപ്കമിംഗ് പ്രോജക്ട്സ്, റെഡി ടു മൂവ് ഇൻ, നിയറിംഗ് പൊസിഷൻ ഓർ വില്ലയിൽ ടൗൺഷിപ്പ് പ്രോജക്ട്സ് ആയിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു വീട് ആൻഡ് സിമിലർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻ റെസിഡൻഷ്യൽ സ്പേസ് ആയിരിക്കും നമ്മൾ ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ എപ്പോഴും ഒരു മിക്സ് കോമ്പിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോം എന്നുള്ളതാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. കാരണം ഇപ്പൊ നിങ്ങൾ റീസെയിൽ ആയിട്ടല്ല വാങ്ങുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഫിനിഷായി ഒരു 8 to 10 ഇയേഴ്സ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ല വാങ്ങുന്നെങ്കിൽ, ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തോട്ട് അതിൽ കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ വീട് എന്നുള്ളൊരു തോട്ടിൽ തന്നെയായിരിക്കും. പക്ഷെ പല പോയിന്റിലും നമുക്കതൊരു ഫ്യൂച്ചറിൽ അത് ട്രാൻസാക്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. സോ അതിന്റെ ബേസിസിലും കൂടി വേണം നമ്മൾ തിങ്ക് ചെയ്യാൻ. സോ സ്പെഷ്യലി ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ പോകുമ്പോൾ അതിന്റെ ലൊക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു അപ്കമിങ് സ്കോപ്പ് ഇല്ലാത്ത ഏരിയയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അതിന്റെ റിട്ടേൺ വളരെയധികം വളരാൻ ചാൻസസ് വളരെ കുറവാണ്. കാരണം ആ ഏരിയ ഓൾറെഡി ടാപ്ഡ് ആയി, ആ ഏരിയയിലേക്ക് ഇനി ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് വരുന്നില്ല, അവിടെ സിമിലർ കമ്പാരിസണിന് ഒരേ പ്രൈസിൽ കുറെ പ്രോജക്റ്റ് ഉണ്ട്. സോ എക്സിറ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് മാർക്കറ്റ് ടു മാർക്കറ്റ് വേരി ചെയ്യും. ഇതിപ്പോ നമ്മൾ കൊച്ചിയിലെ ഒരു സിനാരിയോ അല്ല ബാംഗ്ലൂർ. കാരണം അവിടുത്തെ ഒരു ഡെവലപ്മെന്റ് രീതി, അവിടുത്തെ ഒരു ഡെവലപ്മെന്റ് അപ്രോച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്വിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് കമ്പയർഡ് ടു കൊച്ചി. സോ കൊച്ചിയിൽ ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു നിയറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹൈവേ ആണ്. ഈ ഹൈവേ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റ് സ്പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്ക്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഓൾ ഇന്ത്യ റോഡ് ട്രിപ്പിൽ വരെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ദ സ്കെയിൽ ഓഫ് ദാറ്റ് ഹൈവേ. സോ കൊച്ചിയുടെ ലിമിറ്റഡ് സ്പേസിലും അവര് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് വിത്തിൻ ഡിസ്ട്രിക്ട് വളരെയധികം കണക്ട് ചെയ്യും. സോ ഇനി ഞാൻ അങ്ങോട്ട് ഇടുന്ന പല കോണ്ടന്റും ഇതിന്റെ ബേസിസും കൂടി ആയിരിക്കും സംസാരിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് സംസാരിക്കുന്ന പ്രോജക്റ്റ് ഐ എം ട്രൈങ് ടു ഫോഴ്സി നെക്സ്റ്റ് 5 to 7 ഇയേഴ്സ്, ഒരു 5 to 7, 10 വർഷത്തിനുള്ളിൽ ആ ഏരിയയുടെ ഒരു സ്ക്വയർ ഫീറ്റ് പ്രൈസ് എങ്ങനെ ജമ്പ് ചെയ്യും എന്നുള്ളതും കൂടി ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത്. അതിൽ വരുന്നൊരു ഏരിയയാണ് നെട്ടൂർ എന്ന് പറയുന്ന ഏരിയ. കാരണം നെട്ടൂർ എന്ന് പറയുന്ന ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഒരു 10 വർഷം മുമ്പ് അത്ര ഒരു ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരുന്ന കുണ്ടന്നൂർ എന്ന് പറയുന്ന ഏരിയ, മരട്, അതും ഒട്ടും ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നില്ല. പക്ഷെ പല ഇൻവെസ്റ്റ്മെന്റും എടപ്പള്ളിയുടെ ഒരു ക്ലട്ടർ കാരണം പാലാരിവട്ടം, വൈറ്റില അതെല്ലാം ക്രോസ് ചെയ്തത് ഫ്രണ്ടിലേക്ക് ഡെവലപ്മെന്റ് പോയിട്ട് കുണ്ടന്നൂർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഫോറം മോൾ വന്നു. ഇപ്പം ഒരു മോളിന്റെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 2 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഫോറം മോൾ ഒരു വലിയ ഫാക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടി. ഒത്തിരി റെസിഡൻഷ്യൽ സ്പേസസിന്റെ ഒരു വരാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് മേജർ സ്കൂൾസ് ഇൻ കൊച്ചി എല്ലാം ഈ ഒരു ഏരിയയിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഡെവലപ്മെന്റ് വളരെയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സംസാരിക്കുന്നത് 1390 സ്ക്വയർ ഫീറ്റിന്റെ ഒരു 2 BHK കുറിച്ചാണ്. ഇത് ബേസിക്കലി 2+ സ്റ്റഡിയാണ് ആസ് എ പ്രോജക്ട്. ഇത് നമ്മൾ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഫോറം മോളിന്റെ അവിടെ നിന്ന് എക്സാക്ട്ലി ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഇതിപ്പോ കറന്റ്ലി അണ്ടർ കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. ഈ ഡിസംബർ 2024 ഈ പ്രോജക്റ്റിന്റെ ഹാൻഡ് ഓവർ വരുന്നത്. അപ്പം ഇതിന്റെ ഓൾമോസ്റ്റ് ഒരു 75% വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി അവർ ഫുൾ ടോപ്പ് അപ്പ് ചെയ്ത് ബാക്കി വർക്കും കൂടി അവർ കംപ്ലീഷൻ സ്റ്റേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ യൂണിറ്റിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ 2 അല്ല, ഒരു 2+ സ്റ്റഡി ഉണ്ട്. ഇപ്പൊ കോമ്പാക്ട് മോഡൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ആൾക്കാർ. ഇപ്പൊ കസ്റ്റമേഴ്സ് നോക്കുന്നത് കുറെയൊക്കെ കോമ്പാക്ട് സൈസിലാണ്. നമ്മൾ 3 ബെഡ് എന്ന് പറയുകയാണെങ്കിലും നമ്മൾ 3 ബെഡ് കോമ്പാക്ടിന് അവരുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഫിറ്റ് ആവാനുള്ള ഭയങ്കര ഒരു റിക്വയർമെന്റ് ഇപ്പൊ മാർക്കറ്റിലുണ്ട്. അതിന് ഈ പ്രോജക്റ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഇതിന്റെ ഡിസൈനും കോമ്പാക്ട്നെസ്സും വളരെ ക്രാംഡ് ആയിട്ടുള്ളതല്ല, വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഇതിന്റെ ഒരു ലേ ഔട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ലിവിംഗ് ഡൈനിങ് സെപ്പറേഷൻ ഉണ്ട് ഈ പ്രോജക്റ്റിൽ. കംപ്ലീറ്റ് ആയിട്ടൊരു ലിവിംഗ് ഡൈനിങ് സെപ്പറേഷൻ വരുന്നുണ്ട്. ലിവിംഗ് ഏരിയ ബാൽക്കണി ആയിട്ട് കണക്റ്റഡ് ആണ്. അതിന്റെ തൊട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആണ്.
അതിനും ബാൽക്കണി ആക്സസ് ഉണ്ട്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 3 റൂംസ് ആണ് വരുന്നത്. അതിലൊരു റൂം പ്യുവർലി ഒരു സ്റ്റഡി മോഡൽ. അതിന് സ്റ്റഡി എന്ന് പറയാനുള്ള മേജർ റീസൺ ആ പ്രോജക്റ്റിന്റെ ആ സ്റ്റഡി റൂം ബാത്റൂമായിട്ട് അറ്റാച്ച്ഡ് അല്ല, അതിന് കോമൺ ബാത്റൂമാണ് വരുന്നത് അതിന്. അപ്പൊ അതിനെ നമുക്ക് സ്റ്റഡി ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യാം. അപ്പൊ ഇതൊരു 2+ സ്റ്റഡി മോഡലിൽ പോകുന്ന ഒരു മോഡലാണ്. നമുക്ക് 3 റൂംസിനും ബെഡ്റൂം 4 റൂമിനും ഇതിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 4 റൂമിനും നമുക്ക് ബാൽക്കണി ആക്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് ലിവിംഗ് റൂം ആണെങ്കിലും ബെഡ്റൂംസ് 3 ആണെങ്കിലും 2 ബെഡ്റൂമും ഒരു സ്റ്റഡി ആണെങ്കിലും ഇതിന് നേരെ ബാൽക്കണി. ഇതിന്റെ ലേ ഔട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എല്ലാം ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട്. ബാൽക്കണിയിലും കൂടുതൽ ഇതിൽ വരുന്ന വെന്റിലേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കിച്ചന്റെ അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കിച്ചൺ ഫുള്ളി ക്രാംഡ് ആയിട്ടല്ല, നമുക്ക് അതൊരു കസ്റ്റമൈസ് ചെയ്ത് ആൻഡ് വാഷിംഗ് ഏരിയ ആയിട്ടും എല്ലാം നമുക്ക് സ്പെസിഫിക് ഒരു ഏരിയ, വർക്ക് ഏരിയയും അതിനുള്ള ഡിസൈൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഈ പ്രോജക്റ്റിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സൈസ് റേഞ്ചിൽ നമുക്കൊരു 2+ സ്റ്റഡി ഓപ്ഷൻ ഇതിലുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് കടവന്ത്ര, പനമ്പിള്ളി നഗർ, മരട്, ഈവൻ തൃപ്പൂണിത്തുറ, തേവര, ഇതെല്ലാം ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ്. ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോജക്റ്റ് വരുന്നത്. ഈ പ്രോജക്റ്റിന്റെ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഇമാജിൻ അവിടുത്തെ ഒരു ഡെവലപ്മെന്റ് നാളെ എന്തായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്കോപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും. ഈ ലൊക്കേഷനിലേക്ക് അങ്കമാലി എന്നൊരു ഹൈവേ പ്രപ്പോസൽ വർക്ക് നടക്കുന്നുണ്ട്. സോ ബേസിക്കലി എയർപോർട്ടിലുള്ള എല്ലാ ക്രൗഡും ഡൈവേർട്ട് ചെയ്ത് എടപ്പള്ളി വഴി കയറാതിരിക്കാൻ വേണ്ടി അങ്കമാലി സൈഡിൽ നിന്നുള്ള ക്രൗഡ് ഡൈവേർട്ട് ചെയ്ത് കുണ്ടന്നൂർ നെട്ടൂർ പാച്ചിലേക്കുള്ള ഒരു ഹൈവേ പ്രപ്പോസൽ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഏരിയ ഒരു 5 to 7 ഇയേഴ്സിൽ വരുന്ന ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഞാൻ ഫോഴ്സി ചെയ്യുന്നത് ഇതൊരു നെക്സ്റ്റ് എടപ്പള്ളി ജംഗ്ഷൻ ആയി വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ ആ ഏരിയയിൽ ഇന്ന് ഏകദേശം 6,500ന്റെ റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇറ്റ്സ് എ വർത്ത് ഇൻവെസ്റ്റ്മെന്റ്. ഫ്യൂച്ചറിലാണെങ്കിലും ആക്സസിബിലിറ്റി ആണെങ്കിലും ഇന്നും ആക്സസിന് കുറവൊന്നുമില്ല. നമുക്ക് അത്രയധികം കണക്ടിവിറ്റി അവിടെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഒരു കോമ്പാക്ട് 3 BHK ആണ് നോക്കുന്നെങ്കിൽ ഇതൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ റെഡി ടു മൂവ് ഇൻ ആണ്. ബൈ December 2024 ഇതിന്റെ പൊസിഷൻ വരും. സോ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ഇനി ഹാർഡ്ലി 6-7 മന്ത്സേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലി ഇവിടെ വന്ന് ഈ പ്രോജക്റ്റ് കാണാം. ഈ ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് പേഴ്സണലി കാണാം. അതിന്റെ ഒരു ഫിനിഷിംഗ് ടച്ച് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. സോ നിങ്ങൾ ഇതുപോലത്തെ ഓപ്ഷൻസ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റീച്ച് ഔട്ട് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ റിക്വയർമെന്റും നിങ്ങളുടെ കറന്റ് ഫാമിലി, ഓഫീസ്, സ്കൂൾ എല്ലാം ഇതിൽ ഫിറ്റ് ആവുന്നുണ്ടോ, ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വി ക്യാൻ ഡെഫിനറ്റ്ലി ഹാവ് എ ഡിസ്കഷൻ.